ബംഗളൂരുവിൽ ഓല സ്കൂട്ടറിലെ എഞ്ചിനീയറുടെ ആത്മഹത്യയിലെ കമ്പനി സിഇഒയ്ക്കെതിരെ കേസെടുത്ത പോലീസ് ജീവനൊടുക്കിയ അരവിന്ദിന്റെ മുറിയിൽ നിന്ന് 29 പേജുള്ള ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയിരുന്നു. ഇയാളുടെ അക്കൌണ്ടിലേക്ക് മരിച്ച 2 ദിവസങ്ങൾക്ക് ശേഷം 17 ലക്ഷത്തിലധികം രൂപ ക്രെഡിറ്റ് ആയതാണ് സംശയങ്ങൾ കമ്പനി ഉദ്യോഗസ്ഥരിലേക്ക് നീണ്ടത്. അതേസമയം കമ്പനിയും ആരോപണ വിധേയരും കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, വിവരങ്ങൾ. ഭവ്യ, ഇതിപ്പോൾ സംഭവിച്ചത് സെപ്റ്റംബർ 28-ന് ഓലയിലെ ഒരു ജീവനക്കാരൻ അരവിന്ദ് എന്ന് പറയുന്ന 38-കാരനായ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കമ്പനി വക 17,46,000 രൂപ ക്രെഡിറ്റ് ആകുമ്പോഴാണ് ഈ ആത്മഹത്യയുടെ പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള സംശയങ്ങൾ ഉയരുന്നത്. അങ്ങനെ ഈ അരവിന്ദിൻ്റെ സഹോദരൻ പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. അവിടെ നിന്നാണ് ഇത്തരത്തിലൊരു വലിയ ഒരു ഓല എന്ന് പറയുന്ന കമ്പനിയുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ മോശമാണെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. അതായത് 28 പേജുള്ള ഒരു ആത്മഹത്യക്കുറിപ്പ് പിന്നീട് പോലീസ് കണ്ടെത്തുകയായിരുന്നു. അതിൽ പ്രധാനമായും ഈ അരവിന്ദ് പറഞ്ഞിരുന്നത് വലിയ രീതിയിലുള്ള മാനസിക പീഡനം ഈ കമ്പനിയിൽ നിന്ന് ഏറ്റിരുന്നു. അതുപോലെ ശമ്പളം കൃത്യമായി നൽകിയിരുന്നില്ല, വലിയ രീതിയിലുള്ള പീഡനങ്ങൾ മേലുദ്യോഗസ്ഥർ ഏൽപ്പിച്ചിരുന്നു തുടങ്ങിയിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ കമ്പനിക്കെതിരെ ഉന്നയിച്ചിരുന്നു. പ്രധാനമായും കമ്പനിയുടെ സിഇഒ ഭവിഷ് അഗർവാളിനെതിരെയാണ് വലിയ ആരോപണം ഉന്നയിച്ചത്. അതുപോലെ സുബ്രത കുമാർ ദാസ് എന്ന് പറയുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെയും ഈ മരിച്ചുപോയ അരവിന്ദ് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പിന്നാലെയാണ് ബാംഗ്ലൂരുവിലെ സുബ്രഹ്മണ്യപുരം പോലീസ് ഇത്തരത്തിലൊരു കേസെടുക്കുന്നതും പിന്നീട് കമ്പനിയിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ സിഇഒ അടക്കമുള്ളവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നതും. പിന്നാലെ ഈ ഭവിഷ് അഗർവാൾ കോടതിയെ സമീപിക്കുകയും ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ കേസ് മുന്നോട്ട് പോകുന്നുണ്ട്, അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബംഗളൂരു ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യങ്ങളിലേക്ക് വരെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതിനു മുമ്പ് കഴിഞ്ഞ മെയ് മാസം ഇത്തരത്തിൽ ഇതുപോലെ ഒരു യുവാവ്, 24 വയസ്സുള്ള ഒരു യുവാവ്, നിഖിൽ എന്ന് പറയുന്ന ഒരു യുവാവ് നേരത്തെ അവിടെ ആത്മഹത്യ ചെയ്തിരുന്നു. ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വർക്ക് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് വളരെ മോശമാണെന്നുള്ള രീതിയിലുള്ള പിന്നീടുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രണ്ടാമത് വീണ്ടും ഒരു ആത്മഹത്യ കൂടി കമ്പനിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ വിശദീകരണം എന്ന് പറയുന്നത് ഇയാളുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു. എന്നാൽ കമ്പനിയിൽ ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്ന സമയം, അതായത് അരവിന്ദ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും കമ്പനിക്കെതിരെയോ കമ്പനിയിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനെതിരെ ഒരു പരാതിയും ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മരണത്തിന് ശേഷം ഇത്തരത്തിൽ കമ്പനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും കുടുംബത്തിനൊരു സഹായം എന്നുള്ള നിലയിൽ ഇതുവരെയുള്ള എല്ലാ കണക്കുകളും തീർത്ത് അതിൻ്റെ എമൗണ്ട് കമ്പനി അരവിന്ദിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കമ്പനിയുടെ വിശദീകരണം. കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങളിൽ എല്ലാ അന്വേഷണങ്ങൾക്കും കൂടെ നിന്നുകൊണ്ട് കൃത്യമായ രീതിയിൽ പോലീസ് സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കമ്പനിയുടെ നിലപാട്. എന്നാൽ നമുക്കറിയാം, ഈ ഓല കമ്പനിയുമായി ബന്ധപ്പെട്ട് നിരവധി ഈ പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് ഈ നേരത്തെ പറഞ്ഞതുപോലെ മെയ് മാസത്തിൽ ഒരു ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തതടക്കം, അതുപോലെ തന്നെ വാഹനങ്ങളുടെ സർവീസുകളിലടക്കം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, കസ്റ്റമേഴ്സിൻ്റെ അടുത്തുനിന്നടക്കമുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളും നമ്മൾ പലപ്പോഴായി റിപ്പോർട്ട് ചെയ്തിരുന്നു. കേരളത്തിലടക്കം നിരവധി കമ്പനികൾക്ക്, സർവീസ് സെൻ്ററുകൾക്ക് മുമ്പിൽ ആളുകൾ, കസ്റ്റമേഴ്സ് പോയി നിന്നുകൊണ്ട് സമരം ചെയ്യുന്നതും വാഹനങ്ങൾ കത്തിക്കുന്നതും സർവീസ് സെൻ്റർ തകർക്കുന്നതടക്കമുള്ള നിരവധി വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു 38 വയസ്സുകാരനായ യുവാവ് ഇത്തരത്തിൽ കമ്പനിയിൽ നിന്ന് ഒരു മാനസിക പീഡനം ഏൽക്കുന്നു, ശമ്പളം പോലും കൃത്യമല്ല എന്നുള്ള കാരണത്താൽ ആത്മഹത്യ ചെയ്യുന്നത്. ഇതിപ്പോൾ ഓല സ്കൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ തൊഴിലാളികൾക്കുമിടയിൽ ഇത്തരത്തിലൊരു അമർഷം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആശങ്ക കമ്പനിയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വർക്ക് പ്രഷർ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത്തരത്തിൽ കേരളത്തിലടക്കം നിരവധി അവിടുത്തെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ജീവനക്കാർ ഇത്തരത്തിൽ സങ്കടം പറയുന്നത് നേരിട്ടറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വർക്ക് പ്രഷറാണ് ഓലയിൽ നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ അരവിന്ദ് എന്ന് പറയുന്ന 38 വയസ്സുകാരനായ എഞ്ചിനീയറിൻ്റെ ആത്മഹത്യ. എന്തായാലും കേസ് പോലീസിൻ്റെ അന്വേഷണത്തിലാണ്. വലിയ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. സിഇഒയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഭവ്യ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.